ഹായ് ഗായ്സ്, എന്തുണ്ട് വിശേഷം? സുഖമല്ലേ? എല്ലാവരുടെയും ഓണാഘോഷ പരിപാടികളൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? അടിപൊളിയായിട്ട് ആഘോഷിച്ചോ? എനിക്ക് പ്രത്യേകിച്ച് എങ്ങനെ ഓണാഘോഷം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. എല്ലാ വർഷത്തെയും പോലെ തന്നെ ഇപ്രാവശ്യം സദ്യയൊക്കെ ഉണ്ടാക്കി അതൊക്കെ ഉള്ളായിരുന്നു. പിന്നെ ആണെങ്കിൽ അത്തപ്പൂക്കളമൊക്കെ ഇടണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. രാവിലെ എണീറ്റപ്പോൾ തന്നെ ഭയങ്കര മഴയായിപ്പോയി. പിന്നെ എൻ്റെ മൂഡും പോയി. പിന്നെ ആണെങ്കിൽ നമ്മൾ റെഡിമെയ്ഡ് പൂക്കളം ഉണ്ടായിരുന്നത് കൊണ്ട് അത് വെച്ച് നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ഇത് ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ബട്ടർഫ്ലൈ മാലയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ബ്ലാക്ക് ഗ്ലാസ് ബീഡ്സ് ആട്ടോ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു 6 mm സൈസാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഡോര് നേരത്തെ ഞാൻ കോട്ടൺ കോഡ് വെച്ചിട്ട് നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബട്ടർഫ്ലൈ ചാംസ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ബട്ടർഫ്ലൈയുടെ ആ ഒരു ചെറിയ ചെറിയ ബീഡ്സ് എടുത്തിട്ടുണ്ട്. അത് ഓക്സിഡൈസ്ഡ് ആട്ടോ. പിന്നെ ഗിയർ വയർ സിൽവർ ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ ഗോൾഡ് ആട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗിയർ ലോക്കും നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ മാല ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് ഞാൻ പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ആദ്യമേ തന്നെ നമ്മൾ ആ ഒരു ഡോരിയിലേക്ക് ഗിയർ ലോക്ക് വെച്ച് ലോക്ക് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മളതിലേക്ക് ബീഡ്സ് ഇങ്ങനെ നമ്മുടെ ഡിസൈനൊക്കെ നമ്മുടെ ഇഷ്ടമാട്ടോ. നമുക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ 3 ബീഡ്സ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ 4 ബീഡ്സോ 2 ബീഡ്സോ 1 ബീഡ്സോ ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഡിസൈനൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഞാനിവിടെ 2 ഗ്ലാസ് ബീഡ്സ് വെച്ചിട്ട് അങ്ങനെയാണ് ബട്ടർഫ്ലൈ ബീഡ്സ് ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ചെറിയൊരു ചോക്കർ മോഡൽ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സംഭവം ആട്ടോ ചെയ്യുന്നത്. ഈ കുട്ടികളുടെ പ്രോഡക്ട്സിന് എപ്പോഴും ഭയങ്കര ഡിമാൻഡാട്ടോ. നിങ്ങളും അങ്ങനത്തെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ മാലകളൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് ഡിമാൻഡ് വരുന്ന ഈ ഓണം, ക്രിസ്മസ് അങ്ങനെ സീസൺ സമയത്താട്ടോ. ഇപ്പം ഹാൻഡ് മെയ്ഡ് വാങ്ങിക്കുന്നവർ അത് വാങ്ങിക്കും, അല്ലാത്ത നോർമലായിട്ട് ഇമിറ്റേഷൻ ജ്വല്ലറി ചെയ്യുന്നവർ അതും വാങ്ങിക്കും. ഇപ്പം നമ്മൾ രണ്ടിലും കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ റേറ്റൊക്കെ ഞാൻ പറഞ്ഞില്ല, അതെന്നോട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. റേറ്റൊക്കെ നമ്മൾ നിങ്ങളുടെ ഇഷ്ടം, മാർക്കറ്റ് റേറ്റ് ഇടിയാത്ത രീതിയിൽ വെബ്സൈറ്റിലും അതുപോലെ തന്നെ നോക്കിയിട്ട് നമ്മുടേതായ രീതിയിൽ ഇടുക എന്നുള്ളതേ ഉള്ളൂ. ഒരുപാടങ്ങ് പ്രൈസ് കുറച്ച് നമ്മുടെ ആ ഒരു വാല്യൂ ഇല്ലാതാക്കുന്ന രീതിയിൽ നമ്മൾ പ്രൈസ് ഒത്തിരി കുറയ്ക്കരുതെന്നേ ഉള്ളൂ എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഞാനാണെങ്കിൽ ആദ്യം കുറച്ച് ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ബീഡ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ മെറ്റീരിയൽസൊക്കെ ഇത് മാത്രമല്ല പലതരത്തിലുള്ള മെറ്റീരിയൽസ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ വാങ്ങിക്കാൻ പോകുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര കൺഫ്യൂഷൻ ആവുന്നുണ്ട്, ഏതെടുക്കണം, ഏത് പർച്ചേസ് ചെയ്യണമെന്നൊക്കെ. അപ്പം ആ ഒരു കൺഫ്യൂഷൻ നിങ്ങൾ മാക്സിമം ഇല്ലാതാക്കുക. നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഒരു ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ട് അതിനനുസരിച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പിന്നെ എല്ലാ പൈസയും നമുക്ക് അതിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ കുറച്ചൊക്കെ നമ്മൾ സേവിങ്സ് ആയിട്ടും ഒക്കെ നമ്മൾ മാറ്റിയിടുക, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ മാറ്റിയിടുക. അപ്പോൾ ആദ്യമൊന്നും ചിലപ്പോൾ അത് പറ്റിയെന്നൊന്നും വരത്തില്ല. പിന്നെ പതുക്കെ അത് ഗ്രാജുവലി അത് സെറ്റായി പോയിക്കോളും. ഈ ഡോരിയുടെയൊക്കെ മേക്കിംഗ് വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇത് നമുക്ക് പല കളറിൽ ബ്ലൂ ബീഡ്സ് വെച്ചിട്ട് ബ്ലാക്കിൻ്റെ കളർ അങ്ങനെ പോകത്തില്ല. നിങ്ങൾ കളർ പോവാത്ത ഗ്ലാസ് ബീഡ്സ് വേണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഈ ക്രാക്കിളിൻ്റെ ബീഡ്സൊക്കെ അത്യാവശ്യം നല്ലതാട്ടോ. അതെനിക്കൊന്ന് സൈസ് ഉണ്ടെന്ന് തോന്നുന്നു. അതെനിക്കൊന്ന് 8-ൻ്റെ ഒക്കെയാണെന്ന് തോന്നുന്നു സൈസ് അവൈലബിൾ ആയിട്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ബ്രേസ്ലെറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ നല്ല ഭംഗിയുള്ളതാണ് ഈ ക്രാക്കിൾ ബീഡ്സൊക്കെ. പിന്നെ ഈ ഐസൊക്കെ പോലെ ഇരിക്കുന്ന ബീഡ്സൊക്കെയാണ്. അങ്ങനെ ഒത്തിരി ബീഡ്സ് ഉണ്ട് മാർക്കറ്റിൽ. അപ്പോൾ പല ബീഡ്സ് നിങ്ങൾ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ സെയിൽ അക്കോർഡിംഗ് ടു നമ്മുടെ ആ ഒരു രീതി അനുസരിച്ചിരിക്കും. ഇപ്പോൾ മാക്സിമം നിങ്ങൾ ബീഡ്സൊക്കെ ട്രൈ ചെയ്ത് പല ഡിസൈൻസ് ഇങ്ങനെ ഇട്ടിട്ട് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ മാല എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ കമ്മൽ ഞാൻ ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടതിന് ശേഷം മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.